മമ്മൂട്ടി ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ 2020 മുതൽ നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ നോക്കിക്കാണുന്ന സിനിമ, അല്ലാതെ ഒരു മാസ് മസാല പടങ്ങളല്ല. അയ്യോ ഇയാളുടെ അഭിനയം ഒരു രക്ഷയില്ലല്ലോ, ഇങ്ങനെ എന്തോ അഭിനയമാണ്, എന്തൊരു വെറൈറ്റി റോളാണ്, എന്തോ സിനിമകളാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു താരമേ ഉള്ളത് ഇന്ത്യൻ സിനിമയിൽ. അത് വേറൊരു പേര് നമുക്ക് പറയാനില്ല, നമ്മുടെ മമ്മൂട്ടി തന്നെയാണ്. കാരണം പ്രമേയുഗത്തിലെ കുടുംബം പോറ്റി മുതൽ കാതലായാലും നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും റോഷാക്കാണെങ്കിലും കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും അങ്ങനെ നിരവധി പുഴുവാണെങ്കിലും അനവധി കഥാപാത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ്. പക്ഷേ 2026 അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മമ്മൂട്ടി മാസ് മസാല പടങ്ങളിലൂടെ പതുക്കെ കൈവച്ചു തുടങ്ങുകയാണ്. പഴയ ഒരു രാജമാണിക്യം അല്ലെങ്കിൽ ബുക്കരാജ പോലെയൊക്കെയുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം പതുക്കെ വെക്കുകയാണ്. അങ്ങനെയുള്ള ആദ്യത്തെ പടം ഈ വർഷം അടുത്ത മാസം തന്നെ ഷൂട്ട് ചെയ്യുന്ന നിതീഷ് സഹദേവൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പടമാണ്. ചിത്രത്തിന് പേരിട്ടിട്ടില്ല, ഒരു സർക്കസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് തന്നെ ആയിരിക്കും ആ സിനിമയ്ക്ക് വരാനുള്ള, സർക്കസുമായിട്ട് പശ്ചാത്തലത്തിലുള്ള സിനിമയുമാണ്. അത് കഴിഞ്ഞാൽ ഗംഭീര പ്രൊജക്റ്റാണ് മട്ടാഞ്ചേരി മാഫിയ. അത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പടത്തിനകത്ത് നസ്ലിനും ലുക്മാനും ആസിഫ് അലി ഗണപതിയും എല്ലാവരും ഉള്ള സിനിമയാണ്. നല്ല ലോക്കൽ വൈബ് കിട്ടുന്ന സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. എല്ലാ ടെക്നീഷ്യന്മാരും സൂപ്പറാണ്, താരങ്ങളും സൂപ്പറാണ്, നല്ല ഗംഭീരമാകും. അത് ഈ വർഷം അവസാനം ഷൂട്ടിംഗ് തുടങ്ങും. കണ്ണൂർ സ്ക്വാഡ് 2 സ്ക്രിപ്റ്റിംഗ് എല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. അതും ഷൂട്ടിംഗ് തുടങ്ങാൻ റെഡി ആയിട്ടിരിക്കുമ്പം ഉറപ്പായിട്ടും, അതുപോലെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പടം ഉണ്ടെന്ന് തന്നെ അതിന്റെ നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ പറഞ്ഞു, ഉറപ്പായിട്ടും ഉണ്ട് മമ്മൂട്ടിയായിട്ടുള്ള സിനിമ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 3-4 സിനിമകളിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ പലരും വിമർശിക്കുന്ന 100 കോടി എന്ന് പറയുന്നതൊക്കെ അദ്ദേഹം മറികടക്കും എന്നുള്ളൊരു സംശയം വേണ്ട. പക്ഷേ തിരിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മമ്മൂട്ടി ചെയ്ത ഭ്രമയുഗമോ കാതലോ അല്ലെങ്കിൽ പുഴുവിലോ അല്ലെങ്കിൽ നൻപകൽ നേരത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ മാറ്റമുള്ള നടന്മാർക്ക് കഴിയുമോ എന്നുള്ളതും സംശയമാണ്.